നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 45-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ നേര്യാവിൻ്റെ മകനായ ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിൻ്റെ വാമൊഴിപ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ, ബാരൂക്കേ, നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം! ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരാശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ച് കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. ഭൂമിയിൽ എങ്ങും അത് അങ്ങനെ തന്നെ. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്നും യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനത്തിലെ 5 വാക്യങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ അധ്യായമാണിത്. ഇത് യിരെമ്യാവിൻ്റെ സന്തത സഹചാരിയും എഴുത്തുകാരനുമായ ബാരൂക്കിനുള്ള ദൂതാണ്. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ യിരെമ്യാവ് പറഞ്ഞുകൊടുത്ത വചനങ്ങൾ ബാരൂക്ക് എഴുതി. അപ്പോൾ ബാരൂക്കിൻ്റെ ഭയം മനസ്സിലാക്കിയ ദൈവം ബാരൂക്കിനെ ധൈര്യപ്പെടുത്താൻ പറഞ്ഞ വാക്കുകളാണിത്. ബാരൂക്ക് നേര്യാവിൻ്റെ മകനെന്നാണ് മിക്ക സ്ഥലത്തെയും വിശേഷണം. അതിനാൽ നേര്യാവ് അറിയപ്പെട്ടവനായിരുന്നു, ഭക്തനായിരുന്നു എന്ന് കരുതാം. ബാരൂക്കിനെ ഭക്തിയോടെ വളർത്തി യിരെമ്യാ പ്രവാചകനെ സഹായിക്കാനുള്ള ദൗത്യം ദൈവം ബാരൂക്കിനെ ഏൽപ്പിച്ചു. ബാരൂക്ക് അത് വിശ്വസ്തമായും ധൈര്യമായും ചെയ്തു. അതുകൊണ്ട് ദൈവം ബാരൂക്കിനെ മറക്കാതെ ബാരൂക്കിന് ബൈബിളിൽ ഒരു അധ്യായം നൽകുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, പ്രവാചകനെ കൈക്കൊള്ളുന്ന അവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും യിരെമ്യാവിനെ സഹായിക്കുകയും യിരെമ്യാവിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത ബാരൂക്കിന് നല്ല പ്രതിഫലം സ്വർഗത്തിൽ ഉണ്ടാകുന്ന സംശയമില്ല. ഈ അധ്യായത്തിലെ ബാരൂക്കിൻ്റെ ഇതിനെക്കുറിച്ച് ദൈവം പ്രശംസിച്ചത് മനസ്സിലാക്കിയിട്ടാകാം അപ്പോക്രിഫ പുസ്തകത്തിൽ അവർ ബാരൂക്ക് എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 6:10 വായിക്കുന്നത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാണ്. മോശയെ ശുശ്രൂഷിച്ച യോശുവയും ഏലിയാവെ ശുശ്രൂഷിച്ച എലീശയും പൗലൂസിനെ ശുശ്രൂഷിച്ച തീമോത്തിയോസും ഒക്കെ ഉന്നതരാകാനിടയായി. അതുപോലെ യിരെമ്യാവിനെ ശുശ്രൂഷിച്ച ബാരൂക്കും ഉന്നതനായി. 45-ാം അധ്യായം യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ എഴുതപ്പെട്ടു. അത് BC 605 കാലഘട്ടമായിരുന്നു. യിരെമ്യാ പ്രവചനം 36-1 മുതൽ 8 വരെ വാക്യങ്ങളിൽ ഈ ചരിത്രമുണ്ട്. രാജാവിനും പ്രഭുക്കന്മാർക്കും യഹൂദയ്ക്കും എതിരായ പ്രവചനങ്ങൾ എഴുതപ്പെട്ടതിനാൽ യിരെമ്യാവോടൊപ്പം ബാരൂക്കും തടവ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ബാരൂക്കിന് വലിയ വേദനയും ഭയവുമായി. അത് യിരെമ്യാവിന് മനസ്സിലായി. അപ്പോൾ ദൈവം യിരെമ്യാവിന് ബാരൂക്കിന് വേണ്ടി ഒരു ദൂത് നൽകി. ദൈവം താൻ നട്ടതിനെ
പറിച്ചു കളയാൻ തീരുമാനിച്ചിരിക്കെ ബാരൂക്ക് മാത്രം സുഖവും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നത് ശരിയാണോ? നീ നിനക്ക് തന്നെ വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞ ശേഷം ദൈവം അവൻ്റെ ജീവനെ കാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ബാരൂക്കിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള സൂചനയൊന്നും ഈ പുസ്തകത്തിലില്ലെങ്കിലും ദൈവം തൻ്റെ വാഗ്ദാനം പാലിക്കാതിരിക്കയില്ല. ബാരൂക്കിന് നല്ല ഒരു അന്ത്യം, ബാരൂക്കിന് വളരെ സുരക്ഷിതമായൊരു ജീവിതം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യുന്ന വലിയ പ്രവാചകന്മാരെ അല്ലെ വലിയ പ്രസംഗകരെ മാത്രമല്ല, യഹോഭക്തന്മാരായ വലിയവരോടൊപ്പം യഹോഭക്തന്മാരായ ചെറിയവരെയും, അതായത് ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവരെയും ദൈവം തീർച്ചയായിട്ടും ആദരിക്കും. ദൈവം ഒരാളെയും മറന്നു കളയുകയില്ല. തീർച്ചയായിട്ടും ദൈവത്തിന് തൻ്റെ ദാസന്മാർ എല്ലാവരും വേണം. അതുകൊണ്ട് എളിയവനെ ആദരിക്കുന്ന ആ ദൈവത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ ധൈര്യപ്പെടാം. കർത്താവിൻ്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.